ആണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഉപേക്ഷിച്ച് പോകല്ല. നിങ്ങൾ നബി മുത്ത് നബി എങ്ങനെയാണ് 3-5 ഭാര്യമാരെ നോക്കിയത്, ഭാര്യമാരെ നോക്കിയതിൻ്റോട്ട് നിങ്ങൾ നോക്കണേ എന്ന് നിങ്ങൾ എല്ലാ സദസ്സിലും നിങ്ങൾ പറയുന്നുണ്ടോ? അല്ലേ? ഇനി നിങ്ങൾ പഠിച്ചിട്ടും ഞാൻ നന്നാക്കിയില്ലേ ഞങ്ങൾക്കല്ലേ നരകം? അതേ സ്ഥാനത്ത് നിങ്ങൾ ആണുങ്ങളെ കൊണ്ട് ഭാര്യമാരെ നിങ്ങൾ ഉപേക്ഷിക്കല്ല. നിങ്ങൾ ആണുങ്ങൾ അതെ ഇതല്ലേ നിങ്ങൾക്ക് 100 പാട്ട് നിങ്ങൾ പറയുന്ന എല്ലാ സദസ്സിലും നിങ്ങൾക്ക് പറയറോ ഉസ്താദെ? ആണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഉപേക്ഷിച്ച് പോകല്ല. നിങ്ങൾ നബി മുത്ത് നബി എങ്ങനെയാണ് 3-5 ഭാര്യമാരെ നോക്കിയത്? പെൺകുട്ടികളും പെണ്ണുങ്ങളും ആത്മഹത്യ ചെയ്ത് കളന്ന് എന്തിനാ ഉസ്താദെ? 1, 2, 3 മക്കളെ ഇട്ടേച്ചിട്ട് ഭർത്താക്കന്മാർ പോയി കളഞ്ഞ് പിന്നെ അവര് സ്വന്തം വീട്ടിൽ വന്നാൽ പ്രായമുള്ള ഉപ്പാക്കും ഉമ്മാക്കും എവരെ നോക്കി കുത്തിരിക്കാനാവോ? കല്യാണം കഴിച്ച ആങ്ങളാർക്ക് എവരെ നോക്കി കുത്തിരിക്കാനാവോ? ഒലിക്ക് ഓല കുടുംബം ജീവിതം ഇല്ലേ? അങ്ങനെ പൊരയിലെ പ്രയാസം കണ്ടിട്ടല്ലേ അവർ തൂങ്ങി മരിച്ചാണെന്നത് ഉസ്താദെ? സാലിഹായ ഒരു ഭർത്താവിനെ കിട്ടിയ പെണ്ണാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നതിൽ അധികം പേരും വിവാഹം കഴിച്ചവരാ. ഈ സദസ്സിലിരിക്കുന്ന അധികം പേരും വിവാഹം കഴിച്ചവരാ. നമ്മൾ സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്ക്, ആ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടോ എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പ്രയാസങ്ങൾ പറയേണ്ടത് ആരോടാണ് ഷെയർ ചെയ്യേണ്ടത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്ക്. 40 വയസ്സുള്ള അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് വിവാഹം കഴിച്ചതാരെയാണ്? പ്രവാചകൻ 25 വയസ്സ്, പ്രവാചകനെക്കാളും 15 വയസ്സ് കൂടുതലുള്ള മഹ്ദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ. 15 വയസ്സ് കൂടുതലുള്ള ഖദീജ ബീവിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിവാഹം കഴിച്ചത്. 63-ാമത്തെ വയസ്സിലാണ് മുത്തുനബി വഫാത്തായത്. പക്ഷേ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പും അള്ളാഹുവിന്റെ റസൂല് ഖദീജ എന്ന് കേട്ടാൽ റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുമായിരുന്നു. പ്രവാചകൻ 63-ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. പ്രവാചകന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ 1-ാമത്തെ ഭാര്യയായ ഖദീജയുടെ പേര് കേട്ടാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുമായിരുന്നു. എന്തു പറഞ്ഞാലും ഖദീജ. മറ്റുള്ള ഭാര്യമാരോട് സംസാരിക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മറുപടി എന്തെന്നറിയുവോ? എന്റെ ഖദീജ അങ്ങനെയായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി തന്റെ ഭാര്യമാരോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകന് ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താൽ, റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിൽ ഇറച്ചിക്കറി വെച്ചാൽ ആദ്യം കൊടുക്കുന്നത് ആർക്കെന്നറിയോ? ഖദീജയുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ഖദീജയുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. അങ്ങനെ ഒരു ബന്ധം വരാനുള്ള കാരണം എന്താ? അവിടെയാണ് പഠിക്കേണ്ടത്. 15 വയസ്സ് കൂടുതലുള്ള ഭാര്യയുടെ കൂടെ ജീവിച്ച മുത്തുനബി 50-ാമത്തെ വയസ്സ് വരെ ഖദീജ ബീവിയുടെ കൂടെയാണ് ജീവിച്ചത്. 25 വർഷക്കാലം ഭാര്യയുടെ കൂടെ ജീവിച്ചു. ഒറ്റ ഭാര്യയെ ഖദീജ ബീവി മരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ റസൂല് വേറെ ഒരു വിവാഹം കഴിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജയാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ 40-ാമത്തെ വയസ്സിൽ ഗാർ സൗർ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്ത് പരിശുദ്ധമായ കഅബാലയം കാണാൻ കഴിയുന്ന ആ ഗുഹയ്ക്കകത്തിരുന്ന് രാവും പകലും അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബാദത്താണ്. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത്. ഇഖ്റഉ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുകൽ അക്റമുൽ ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന
സുലൈമാന മാ ലം യഅലം. പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ അധ്യായവുമായി ആകാശത്തിന്റെ വിരിമാലം ഭൂമിയുടെ മടിത്തട്ടിൽ മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുത്തു. അവസാനം ആ പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് മുത്തുനബി ഇറങ്ങി ഓടുകയാണ്. എവിടേക്കാ ഓടിയത്? കുടുംബക്കാരുടെ മുന്നിലേക്കല്ല. ജീവിതത്തിൽ ഭർത്താക്കന്മാര് പഠിച്ചോ, ഒരു ഭർത്താവിന്റെ മനസ്സ് വേദനിച്ചാ പോകേണ്ടത് എവിടെയാണ്? എവിടെ പോയാലാ സമാധാനം കിട്ടുന്നത്? എവിടെ പോയാലാ പരിഹാരം കിട്ടുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ. പ്രവാചകൻ ഒറ്റയ്ക്കിരിക്കുന്ന ഗുഹയ്ക്കകത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ആദ്യമായിട്ട് കടന്നു വന്നപ്പോ നാം ഉംറയ്ക്ക് പോകുമ്പോ കേറിപ്പോയിട്ടുണ്ട്. പടച്ചവനെ, 1 മണിക്കൂറോളം 1.5 മണിക്കൂറോളം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് നടന്ന് മുകളിൽ കയറി പോകണം. ആ മലയുടെ മുകളിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് പാതിരാത്രി പേടിച്ച് വിറച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. മുത്തുനബി കുടുംബക്കാരുടെ മുന്നിലല്ല പോയത്, കൂട്ടുകാരുടെ മുന്നിലല്ല പോയത്. പിന്നെ പോയത് എവിടെയെന്നറിയുവോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ. ഖദീജ ബീവിയുടെ വീട്ടിലേക്കാണ് പേടിച്ച് വിറച്ചുകൊണ്ട് മുത്തുനബി ഇറങ്ങി ഓടുന്നത്. പടച്ചവരെ, ഖദീജ ബീവിയുടെ വീടിന്റെ മുന്നിലെത്തി. ഖദീജ ബീവി എന്തെന്ന് ചോദിച്ചില്ല, എന്തേ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് പേടിച്ചു വിറച്ച് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിക്കുന്നെന്ന് പ്രവാചകൻ പറയുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനെ പുതപ്പിച്ചിട്ട് തന്റെ മടിത്തട്ടിലേക്ക് പിടിച്ചു കിടത്തുകയാ. ഒരു ഭാര്യതാണ്. അള്ളാന്റെ റസൂല് പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ എന്തേ എന്നല്ല ചോദിച്ചത്, തന്റെ ഭർത്താവിനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് തന്റെ മടിയിൽ പിടിച്ച് കിടത്തി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിലേക്ക് പുതപ്പിച്ചു. എന്നിട്ട് മടിത്തട്ടിൽ കിടത്തിയിട്ട് അള്ളാന്റെ റസൂലിന്റെ തലയിൽ തലോടിയിട്ട് ചോദിക്കുന്നു, എന്തേ? അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാ, എന്ത് പറ്റി? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തപ്പോ റസൂലുള്ള തന്നെ പറയുന്നുണ്ട്, മുത്തുനബി തന്നെ പറയുന്നുണ്ട്, ഖദീജ ബീവി പറഞ്ഞ വാക്കെന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, നബിയേ, വല്ലാഹു യഖ്ഫീക അല്ലാഹു അബദാ, ഒരിക്കലും അല്ല നിങ്ങളെ കൈവിടൂല നബിയേ, ഒരിക്കലും അല്ല നിങ്ങളെ കൈവിടൂല നബിയേ. നിങ്ങളുടെ റബ്ബൊരിക്കലും നിങ്ങളെ കൈവിടൂല. കാരണം നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരാ, വിധവകളെ സഹായിക്കുന്നവരാ, യതീമീങ്ങളെ സ്നേഹിക്കുന്നവരാ. തന്റെ തലയിൽ തലോടിയിട്ട് ഖദീജ ബീവി പറഞ്ഞ ഒരേ ഒരു വാക്ക് അല്ലാഹുവേ റസൂലുള്ളയുടെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുകയാണ്. അവിടെന്ന് പറഞ്ഞ ഒറ്റ വാക്ക് റസൂലുള്ള മരിക്കുന്നത് വരെ റസൂലുള്ളാഹി തങ്ങൾ മറന്നുപോയില്ല. ഖദീജ ബീവി പറഞ്ഞു, അല്ല നിങ്ങളെ കൈവിടൂല നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് തളർന്ന ശരീരവുമായി വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എത്ര വേദനയാണെങ്കിലും എത്ര പ്രയാസമാണെങ്കിലും വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ കവാടത്തിൽ നിൽക്കുകയാ. സാലികത്തായ പെണ്ണാരെന്നറിയുമോ? ഈ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ടൗണിൽ എവിടെയെങ്കിലും ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രിയപ്പെട്ട ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ കാത്തു നിൽക്കുകയാണ്. ശരീരം മുഴുവനും വിയർത്തൊലിച്ചുകൊണ്ട് വല്ലാതെ വേദനിച്ച് ക്ഷീണിച്ച മനസ്സുമായി ശരീരവുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ വെച്ച് ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചിട്ട് തന്റെ തലയിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ആ ഷാളിന്റെ ഒരു തുമ്പെടുത്തിട്ട് പ്രിയപ്പെട്ട ഭർത്താവിന്റെ നെറ്റിത്തടത്തിലും മുഖത്തിലും ഇരിക്കുന്ന വിയർപ്പ് തുടച്ചു കളഞ്ഞിട്ട് പോട്ടയിക്കാ, ഇതെല്ലാം
നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ. ആ ഒരു വാക്കാ സഹോദര, അങ്ങനെ ഒരു സന്തോഷം തരുന്ന ഒരു ഭാര്യ നിനക്കുണ്ടോ? അവളാണ് സാലിഹത്തായ ഭാര്യയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഗുഹയുടെ മുകളിൽ നിന്ന് പേടിച്ച് വിറച്ച് മുത്തുനബി ഓടി വന്നത് എവിടെ? ഭാര്യയുടെ അടുക്കൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭർത്താവിന് പ്രയാസമുണ്ടായാൽ ആരോട് ആദ്യം പറയേണ്ടത്? ഭാര്യയോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ അധികം പേരും പറയാറില്ല, രഹസ്യം മനസ്സിൽ നോക്കും. ഭാര്യയെടുത്ത് ആരും ഒന്നും പറയാറില്ല. കാരണം ഭർത്താവ് ഭാര്യയോട് ഒന്നും പറയാറില്ല, ഭാര്യയും ഭർത്താവിനോടൊന്നും പറയാറില്ല. കാരണം പറഞ്ഞിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ ഭാര്യയുടെ രഹസ്യങ്ങൾ ഭർത്താവിനോട് പറയണം, ഭർത്താവിന്റെ രഹസ്യങ്ങൾ ഭാര്യയോട് പറയണം. ഇവിടെ ഇത് രഹസ്യങ്ങൾ പറയുന്നത് പോയിട്ട് കെട്ടിയ പെണ്ണിന്റെ അടുക്കൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് സംസാരിക്കാൻ സമയമില്ലാത്തവരെ അധികം ഭർത്താക്കന്മാരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്തെന്നറിയോ? പണമില്ലെന്നോ വീടില്ലെന്നോ അല്ല, പണമോ വീടോ സുഖമോ ഒന്നുമല്ല. 100-ൽ 95% പെണ്ണുങ്ങളുടെയും പരാതി, ഉസ്താദ് എൻ്റെ ഭർത്താവ് എനിക്ക് പറയാനുള്ളത് എന്താന്ന് കേൾക്കുന്നില്ല. സത്യമല്ലേ? ഒരു 5 മിനിറ്റ് കുടുംബ കലഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ചേർക്കുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചോ. പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇരിക്കണം നമ്മളിൽ എത്ര പേരാ സഹോദരങ്ങളെ നമ്മുടെ ഭാര്യയോട് ഒരു 5 മിനിറ്റ് സംസാരിക്കണം? സമയമില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, വൈകിട്ട് വീട്ടിൽ കയറി കുളിച്ചു വല്ലതും തിന്നു, ടിവിയുടെ മുന്നിൽ ഇരിക്കെ കടന്നുറങ്ങും. അള്ളാഹു അല ആമിന, നീ വല്ലതും തിന്നോടിയെന്ന് പോലും നമ്മൾ ഈ പലരും ചോദിക്കാറില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ രാത്രി വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കും അല്ലേ? ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, അപ്പൊ എന്താ? പൂമുഖവാതുക്കൽ അങ്ങനെ കണ്ടതില്ലേ? ആർക്കും അറിയത്തില്ല, എല്ലാവരും മലക്കുകളാ. നിങ്ങൾക്ക് ആർക്കാ പാട്ട്? സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എൻ്റെ ഭാര്യ. പാട്ടുകാർക്ക് അങ്ങനെ പലതും പറയാം. ഓൻ്റെ പെണ്ണുമ്പിളുടെ അവസ്ഥ എന്താണെന്ന് ഓനറിയാതിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെയും മാർക്കറ്റിൽ വന്നു കിടന്ന് 2 മണിക്ക് 3 മണിക്ക് വരുന്നയാ. ഇവിടെ വന്നു കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഒരു ഉച്ച കഴിഞ്ഞു. ആ സമയത്ത് വീട്ടിലേക്ക്, ഇല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് ചുമട്ടുതൊഴിലാളിയാ ജോലി ചെയ്തിട്ട് വൈകുന്നേരം ശരീരം മുഴുവനും വേദനിച്ച് വീട്ടിൽ കയറി ചെല്ലുമ്പോ വീടിന്റെ കവാടത്തിൽ ഭാര്യ ഇങ്ങനെ കാത്തു നിൽക്കാ. ഈ ശരീരം മുഴുവനും തളർന്നു വരുന്ന ഭർത്താവിനെ വായിക്കാന്ന് പറഞ്ഞിട്ട് ആ തലയിൽ കിടക്കണ ഷാളെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചിട്ട്, പോട്ടേക്കാ, മക്കൾക്ക് വേണ്ടിയല്ലേ, ഒരൊറ്റ വാക്ക് മതി സഹോദര, സർവ്വവേദനയും മറക്കാൻ. പക്ഷെ അങ്ങനെ പറയുന്നൊരു ഭാര്യ നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട് നമുക്കില്ലാതെ പോയി? നമ്മൾ പിശുക്കന്മാരാ, എല്ലാ കാര്യത്തിലും പിശുക്കന്മാരാ. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ മടിക്കുന്നവരാ ഞാനും നിങ്ങളും. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മളെക്കാളും വലിയ പിശുക്കന്മാര്. നമ്മൾ പറയും പള്ളിക്ക് പൈസ തരാത്തവനാ, ഓനൊന്നും അല്ല ഷാജിക്ക. അള്ളാടെ പള്ളിക്ക് പൈസ തരാത്തവനൊന്നും അല്ല പിശുക്കൻ. ഏറ്റവും വലിയ പിശുക്കൻ ആരെന്നറിയോ? സ്വന്തം പെണ്ണുമ്പിള്ളയുടെ മുഖത്ത് നോക്കി ചിരിക്കാത്തവന്മാരുണ്ട്. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി എന്നാ നിനക്കൊന്ന് പുഞ്ചിരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താ? തന്റെ നീടെ നാട്ടുകാരെ കണ്ടവന്റെ ഭാര്യയെ കാണുമ്പോ ഐഷാത്ത അസുഖമല്ലേ, എന്തൊക്കെയല്ലേ, കണ്ടവന്റെ ഭാര്യയെ കാണുമ്പോ ചിരിയും കളിയും, ഓ എന്താ വിശേഷമൊക്കെ. അല്ലാഹു അലം. വേറെണ്ണത്തിന് വീട്ടിൽ കെട്ടിയിട്ടുണ്ട്. വീട്ടിൽ വിവാഹം കഴിച്ച് മഹർ കൊടുത്ത് കൊണ്ടുവന്ന അല്ലാഹു ഹലാലാക്കി തന്ന ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ മുഖത്ത് നോക്കി നിനക്കൊന്ന് പുഞ്ചിരിച്ചാലെന്താ? സ്നേഹത്തോടെ ഒന്ന് നോക്ക്. അതന്നെയല്ലേ പെണ്ണിന്റെ പരാതി. നീ നോക്കിയാലല്ലേ ചങ്ങായി ഒരു പാല അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടേ? നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടൊരു പ്രതികരണം ഉണ്ടെങ്കിലല്ലേ നിന്റെ ഭാര്യക്ക് തിരിച്ചുണ്ടാകൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നബി സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു, ഇന്ന റജുലൻ ഇദാ നദറ ഇല ഇംറഅതിഹി വനദറതു ഇലൈഹി നദറല്ലാഹു തആല ഇലൈഹിം നദറത റഹ്മാ. നബി പറയുന്നത് കേട്ടോ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങണോ? പടച്ചവന്റെ കാരുണ്യം നിന്റെ വീടിന്റെ അകത്തിറങ്ങണോ? നിനക്ക് സന്തോഷം വേണോ? നിനക്ക് സമാധാനം വേണോ? ഒരു നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു ഭർത്താവുണ്ടല്ലോ,
ഏതെങ്കിലും ഒരു ഭർത്താവുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ, സ്നേഹത്തോടെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അത് 21 വയസ്സുള്ളവളാകട്ടെ, അല്ലെങ്കിൽ 35ഉള്ളവളാകട്ടെ, അല്ലെങ്കിൽ 55ഉള്ളവളാകട്ടെ, അല്ലെങ്കിൽ 60ഓ 70ഓ വയസ്സുള്ള തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ രോഗം പിടിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന പെണ്ണാകട്ടെ ഭർത്താവാകട്ടെ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാ ആ വീട്ടിലേക്ക് പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങുകയാ. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ പെരുമഴ നിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. എന്ത് ചെയ്തപ്പോ? നിസ്കരിച്ചപ്പോഴല്ല, സദഖ കൊടുത്തപ്പോഴല്ല, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തപ്പോഴല്ല, യതീമീങ്ങളെ സഹായിച്ചപ്പോഴല്ല, അള്ളാന്റെ പള്ളിക്ക് സദഖ കൊടുത്തതിന്റെ പ്രതിഫലമല്ല, നീ വിവാഹം കഴിച്ച് ഹലാലായ മഹർ കൊടുത്ത് കൊണ്ടുവന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നീ ഒന്ന് നോക്കിയാൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിന്റെ വീട്ടിലേക്ക് പടച്ചറബിന്റെ റഹ്മത്തിന്റെ മാലാകമാര് പെയ്തിറങ്ങുകയാണ്. പടച്ചറബ് നിനക്ക് റഹ്മത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നിനക്ക് ലഭിക്കുകയാണ്. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിച്ചാ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടല്ലോ, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ നിന്റെ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് സ്നേഹത്തോടെ നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് നിനക്ക് പിടിക്കാൻ കഴിയോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യില് ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് സ്നേഹത്തോടെ പിടിച്ചാ നാട്ടുകാര് കാണാനല്ല, കുടുംബക്കാര് കാണാനല്ല, മക്കള് കാണാനല്ല, പടച്ചറപ്പ് കാണാൻ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തില്ലേ, കൈകൊണ്ട് പിടിക്കരുതെന്ന് പടച്ചറബ് പറഞ്ഞ പലതും നീ പിടിച്ചില്ലേ, പലതും നീ എടുത്തില്ലേ, പലതും നീ ചെയ്തില്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് സ്നേഹത്തോടെ പിടിച്ചാ ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നിനക്ക് ചിരിക്കാൻ മനസ്സില്ലല്ലോ, അതാ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കാറ്, സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കാറ് ഇന്ന് പല ഭർത്താവിനും ഭാര്യയ്ക്കും കഴിയുന്നില്ലല്ലോ. നാട്ടുകാരെ കാണുമ്പോ അന്യവന്റെ ഭാര്യയെ കാണുമ്പോ എനിക്കും നിങ്ങൾക്കും ചിരിക്കാനും തമാശ പറയാനും ഒരുപാട് സമയമുണ്ടല്ലോ. എങ്കിലും മുത്തുനബിയല്ലേ പറയുന്നത്, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാല്, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചാ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? 3 കഷ്ടം വെള്ള തുണിയിൽ പുതച്ച് കിടത്തുന്ന ഒരു സമയമുണ്ടല്ലോ, അസ്റായിൽ എന്ന് പറയുന്ന മലക്കുമാടി വിളിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, മരണത്തെ നേരിട്ട് കാണുന്ന സമയമുണ്ടല്ലോ. ഈ പായിപ്പാട് പള്ളിയിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറഞ്ഞിട്ട് നാട്ടുകാര് മുഴുവനും നിന്നെ കാണാൻ നിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ച ഭർത്താവേ, ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ച പെണ്ണ് മരിച്ചു കിടക്കുമ്പോഴും കാണാ സഹോദരാ, നിന്റെ മുഖത്താ പുഞ്ചിരി കാണാ സഹോദരാ. അതുകൊണ്ട് നീ സമയം കണ്ടെത്ത്, നിന്റെ ഭാര്യയോട് സംസാരിക്കൂ. അവരുടെ മുഖത്ത് നോക്കിയാ നിന്റെ ടെൻഷൻ മാറണം, നിന്റെ പ്രയാസം മാറണം. അങ്ങനെയുള്ള ഒരു പെണ്ണിനെയാണ് നിനക്ക് ഭാര്യയായി കിട്ടേണ്ടത്. അവളാണ് സാലിഹത്തായ ഭാര്യ. ഖദീജ
ബീവി റളിയല്ലാഹു തആല അൻഹ പേടിച്ച് വിറച്ചുകൊണ്ട് വീടിന്റെ അകത്ത് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് അവിടെന്ന് പറയുന്നു, ആര് കൈവിട്ടാലും അല്ലാഹ് നിങ്ങളെ കൈവിടൂല. കാരണം നിങ്ങൾ യതീമീങ്ങളെ സ്നേഹിച്ചവരാണ്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്, വിധവകളെ സഹായിക്കുന്നവരാണ്. ഒരിക്കലും പടച്ച റബ്ബ് നിന്നെ കൈവിടില്ല എന്ന് പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുത്ത ഭാര്യ, പടച്ചവനെ അവളാണ് ഭാര്യ. അങ്ങനെയുള്ള പെണ്ണാണ് സാലിഹത്തായ ഭാര്യ. ഏതു ഭർത്താവാ മറക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനാ ഖദീജാനെ മറന്നില്ലല്ലോ, മരിക്കുന്ന കാലം വരെ മറന്നില്ലല്ലോ. ഖദീജയാരാ? ഖദീജയാരാ? അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലാഹുവിന്റെ റസൂല് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖദീജ ഭക്ഷണവുമായിട്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു പോകുന്ന ഭാര്യയോട് റസൂലുള്ള പറയുന്നു, ഖദീജ ജിബ്രീൽ ഇപ്പ വന്നിട്ട് പോയതേ ഉള്ളൂ, ജിബ്രീൽ വന്നിട്ട് പോയതേ ഉള്ളൂ. എന്തിനാണ് ജിബ്രീൽ വന്നതെന്നറിയുവോ? എന്തിനാണ് ജിബ്രീൽ വന്നതെന്നറിയുവോ? ഖദീജ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുകയാ. തങ്ങളുടെ മുന്നിൽ ഭക്ഷണവുമായി കടന്നുപോയ ഭാര്യയോട് റസൂലുള്ള പറയുന്നു, ഖദീജ അല്ലാഹു നിനക്ക് സലാം പറഞ്ഞിരിക്കുന്നു, ജിബ്രീലും നിനക്ക് സലാം പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ സലാം ഖദീജയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് സ്വാലിഹത്തായ ഭാര്യയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുവോ? ഭർത്താവ് അവളുടെ മുഖത്ത് നോക്കിയാൽ സർവ പ്രശ്നങ്ങളും തീരുകയാണ്, സർവ ടെൻഷനുകളും തീരുകയാണ്. ആ പെണ്ണിന്റെ മുഖം കണ്ടാൽ ഭർത്താവിന് സമാധാനം കിട്ടുന്നുണ്ടോ? ആ പെണ്ണാണ് സാലിഹത്തായ ഭാര്യയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ എങ്ങനെയായിരുന്നു? മുത്തുനബിയുടെ ചരിത്രം എടുത്തു നോക്ക്. ഖദീജ ബീവിയോട് മാത്രമായിരുന്നില്ല പ്രവാചകൻ ഇങ്ങനെ, എല്ലാ ഭാര്യമാരോടും ഇങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരോടും സ്നേഹമായിരുന്നു, ഒരാളോടും പ്രവാചകന് വേർതിരിവില്ലായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുന്നു, മുത്തുനബിയെ പോലെ ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവേ, എന്റെ ഭർത്താവിനെ പോലെ പുഞ്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. എന്തൊരു കളിയും തമാശയുമായിരുന്നെന്നറിയുമോ? നമ്മൾ ഇന്ന് വിവാഹം കഴിച്ചാൽ ടെൻഷനാണ്, പ്രയാസമാണ്, വീട്ടിലേക്ക് കടന്നു പോകാൻ മടിയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണുന്നത് തന്നെ ദേഷ്യമാണ്, ഭർത്താവിന് ഭാര്യയെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. ഒരു കട്ടിലിന്റെ അപ്പുറവും ഇപ്പുറം പടച്ചവനെ ഒരു പുതപ്പിന്റെ കീഴിൽ രണ്ടു മനസ്സുമായി കിടക്കുന്ന ഭാര്യയും ഭർത്താവ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം എടുത്തു നോക്ക്, മുത്തുനബിയുടെ ജീവിതം എടുത്തു നോക്ക്. ഭാര്യയുടെ കൂടെ ഓട്ട മത്സരം കളിച്ച നബിയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര്? നമുക്ക് സമയമുണ്ടോ? നമുക്ക് പെണ്ണുമ്പിള്ളയെ എടുത്ത് സംസാരിക്കാൻ സമയമില്ല. എങ്കിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് പറഞ്ഞങ്ങാതി. ഓണത്തിന് പോലും ഓടാത്ത നീയാ പറയുന്നത് ഓട്ട മത്സരത്തെ കുറിച്ച്. സ്വന്തം ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ഓട്ട മത്സരം. എത്രാമത്തെ വയസ്സിൽ? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയെ കണ്ടിട്ട് പോലില്ല ആയിഷ ബീബി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഖദീജ ബീവിയെ കണ്ടിട്ട് പോലുമില്ല. ഖദീജ ബീവിയുടെ മകൾക്ക് ആയിഷ ബീവിയുടെ വയസ്സിനേക്കാളും കൂടുതലുണ്ടെന്നാ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, 50-ാമത്തെ വയസ്സിലെങ്ങാണ്ട റസൂലുള്ളാഹി തങ്ങൾക്ക് 50 വയസ്സുണ്ട്, ഖദീജ ബീവിക്ക് 65 വയസ്സ്. അപ്പൊ 50 വയസ്സ് കഴിഞ്ഞിട്ട് ആ പ്രവാചകൻ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചേ. അപ്പൊ ആ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയായിട്ട് മുത്തുനബി ഓട്ട മത്സരം മഹാനായ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഓട്ട മത്സരത്തിൽ എപ്പോഴും ജയിക്കും. ആയിഷ ബീവി തോറ്റുപോകും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തോക്കുന്നത് കണ്ടപ്പോ മുത്തുനബി തോറ്റുകൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
അതാ ഭാര്യയും ഭർത്താവും അതായിരുന്നു സ്നേഹബന്ധം. നമ്മൾ ആ വയസ്സിന്റെ കണക്ക് പറഞ്ഞിട്ട് പറയണത്, ഓ ആ പ്രായം ചെന്ന മനുഷ്യനാ ചെറിയ പെണ്ണിനെ വിവാഹം കഴിച്ചെന്നൊക്കെ പറയും. ചങ്ങായി, അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കിടന്ന് അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ സന്തോഷിച്ചെന്നറിയോ? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് അവിടെയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ജന്നത്തുൽ ബഖീൽ ഒരു കബറടക്കം കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി വരുമ്പോ തലവേദന സഹിക്കാൻ കഴിയുന്നില്ല. പ്രവാചകന് വല്ലാത്ത തലവേദന. ആ മരണത്തിന്റെ തലവേദന തുടങ്ങുന്ന അവിടെ നിന്നാണ്. പ്രവാചകൻ ഈ വേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുകയാ. അവിടുന്ന് എന്റെ തലയെ പടച്ചോനെ, എന്തൊരു വേദനയാ അല്ലാ, മരിച്ചാ മതിയായിരുന്നു പടച്ചോനെ, ഇതെന്തൊരു തലവേദന. വീടിന്റെ അകത്ത് കിടന്ന് കരയാ. ഭർത്താവിന്റെ തല വേദനിച്ചപ്പോ ഭാര്യയുടെ തലയും വേദനിച്ചു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ ബന്ധം. ഉദാഹരണം പറഞ്ഞ നമ്മുടെ ഈ പള്ളിയിൽ ജോലി ചെയ്ത ചങ്ങാതി, ഇവിടെ ഈ പള്ളിയിൽ ജോലി ചെയ്ത ബംഗാളിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം കയ്യിൽ എന്തോ ഒരു മെഷീൻ വന്ന് കൊണ്ടിട്ട് പോയ ചങ്ങായി. അദ്ദേഹത്തിന്റെ കയ്യില് മെഷീൻ വന്ന് കൊണ്ടിട്ട് നരമ്പ് കട്ടായി പോയി. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. പക്ഷെ ആ ചെറുപ്പക്കാരനോട് അവന്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ 2 ദിവസം ജോലിക്ക് പോകണ്ട. ആ കൈ മുറിയുന്നതിന്റെ തലേ ദിവസം അവനെ വിളിച്ചിട്ട് അവന്റെ അമ്മ പറഞ്ഞു, നീ 2 ദിവസം ജോലിക്ക് പോണ്ട, നിനക്കെന്തോ പറ്റുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു മോനെ. അതൊരു ബന്ധമാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അത് ഉമ്മയും മകനും അങ്ങനെ ചിലപ്പോ സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കാറുണ്ട്. പെട്ടെന്ന് രാത്രി അതൊരു ബന്ധമാ. എന്റെ പ്രിയപ്പെട്ടവർ, അതുപോലെ ഉള്ളൊരു ബന്ധമാ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അറിയാൻ പറ്റും. ചില ഭർത്താവിന് ഭാര്യയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. ഭാര്യക്ക് ഭർത്താവിനെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് എന്തോ കള്ളത്തരം ഉണ്ടെന്ന്, അല്ലേ? ഭാര്യ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, എന്തൊക്കെ നിങ്ങളെ കുറെ കാലായില്ലേ ചങ്ങാതിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാരൊക്കെ അള്ളാഹു അവർക്കൊക്കെ ഈമാനും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് കിടന്ന് കരയാ. റസൂലുള്ളാഹി തങ്ങൾ കയറി ചെന്നപ്പോ പറയാ, നബി എന്തൊരു തലവേദനയാ പടച്ചവനെ, അല്ലാ എന്തൊരു വേദനയാ പടച്ചവനെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ നീ എന്തിനാ പേടിക്കണേ? ആയിഷ നീ പേടിക്കുന്നേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു, നിന്നെക്കാളും ഭാഗ്യവതി വല്ലതും ഉണ്ടോ? ഈ തലവേദന കാരണമെങ്ങാണം നീ എങ്ങോ മരിച്ചുപോയാൽ, തലവേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കടന്ന് തല പൊട്ടുന്നു എന്ന് പരാതി പറഞ്ഞ ഭാര്യയോട് പ്രവാചകൻ പറഞ്ഞ ഒരു തമാശയാണ്. റസൂലുള്ള പറഞ്ഞു, ആയിഷ ഈ തലവേദന വന്ന് നീ എങ്ങാണം അങ്ങ് മരിച്ചുപോയാൽ, പടച്ചവരെ നീ എത്ര വലിയ ഭാഗ്യവതിയാണ്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഭാര്യ മരിച്ചു പോകുന്നത്, അല്ലാഹുവേ അതും ഒരു പ്രവാചകന്റെ ഭാര്യയല്ലേ ആയിഷ. നീ എങ്ങാണം മരിച്ചുപോയാ നിന്റെ ജനാസ ഒരാളെയും കാണാൻ അനുവദിക്കില്ല, നിന്റെ ശരീരം ഒരാൾക്കും കാണാൻ കൊടുക്കില്ല. ഞാൻ തന്നെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കും ആയിഷ, ഞാൻ തന്നെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കും ആയിഷ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിന്റെ ജനാസ ഞാൻ തന്നെ കഫം ചെയ്യും ആയിഷ. റസൂലുള്ളാഹി പറയുകയാണ്, നിന്റെ മയ്യത്ത് ഒരാളെയും കാണിപ്പിക്കാതെ ഞാൻ തന്നെ കുളിപ്പിക്കും, ഞാൻ തന്നെ നിന്റെ മയ്യത്ത് പതിയും, ഞാൻ തന്നെ നിന്റെ മയ്യത്ത് പതിയും. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വസല്ലൈതു അലൈകി, നിന്റെ മയ്യത്ത് ഞാൻ തന്നെ ഇമാമത്ത് നിന്ന് നിസ്കരിക്കും ആയിഷ. എന്നിട്ട് എന്റെ കൈ കൊണ്ട് നിനക്ക് ഞാൻ ഖബർ കുഴിച്ചു തരും, എന്റെ കൈ കൊണ്ട് നിനക്ക് ഖബർ കുഴിച്ചു തരും, എന്റെ കൈ കൊണ്ട് തന്നെ നിന്നെ ഖബറിന്റെ അകത്തേക്ക് ഞാൻ ഇറക്കി വെക്കും. നീ എത്ര വലിയ ഭാഗ്യവതിയാണ് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, പടച്ചോനെ എന്തൊരു തലവേദന അല്ലാ, ഈ വേദന വന്ന എന്തല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ തലവേദനയാണ്, നീ അങ്ങ് മരിച്ചുപോയാ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്റെ കഫൻ ഞാൻ പൊതിയും, നിന്റെ മയ്യത്ത് ഞാൻ സ്കരിക്കും, നിനക്ക് എന്റെ കൈ കൊണ്ട് കബറ് കുഴിച്ചിട്ട് ഞാൻ നിനക്ക് എന്റെ കൈ കൊണ്ട് തന്നെ കബറിൽ ഇറക്കി വെക്കും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്നെ കൊണ്ട് കബറടക്കിയിട്ട് വേണം ഇനിയിപ്പോ ഇങ്ങോട്ട് വീട്ടിലല്ലേ വേറെ ഭാര്യമാരായിട്ട് കടന്നു വരാൻ, അങ്ങനെ ഇപ്പൊ വേണ്ടാന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആയിഷ ബീവി അതായിരുന്നു.
ഐഷാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം അതായിരുന്നു. അവരുടെ അതാ പ്രവാചകനുമായിട്ട് തമാശ ഇടയ്ക്കിടയ്ക്കൊക്കെ ചരിത്രം പറയുന്നു. അന്ന് മക്കത്തും മദീനത്തൊക്കെ ഈ നമ്മൾ ഇന്ന് കരോട്ടയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന പോലെ ആയുധത്തിന്റെ ഒക്കെ പല കളികളും ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി ആയിഷാ ബീബി റളിയല്ലാഹു തആല എപ്പോഴും നബിയോട് പറയും, നബി എന്നെ കൂടെ കൊണ്ടുപോയി, നബി എന്നെ കൊണ്ടുപോകണം. ഒരിക്കൽ കൊണ്ടുപോയി. റസൂലുള്ളാഹി തങ്ങള് ആ ഒരു വിനോദമായ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇത് എടുത്ത് മസല വെച്ചിട്ട് കൊണ്ടുപോകാന്നല്ല, അങ്ങനെ ഇവിടെ വേണം ഉസ്താദ്. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയെ കൊണ്ട് സർക്കസ് കാണാൻ പോയെന്ന് നമുക്കും പോകാം എന്നല്ല, നമ്മൾ മസല കണ്ടെത്തുന്ന അങ്ങനാണല്ലോ. ആയിഷാ ബീബി റളിയല്ലാഹു തആല അവിടെ നിങ്ങൾ ചോദിച്ചു നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുപോയി. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ തോളിൽ ചാരി ഇരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. പടച്ചോനെ, ആ സമയത്ത് ആ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഓടാ ജീവനും കൊണ്ടല്ല. ഉമർ തങ്ങൾ വന്നപ്പോ അവിടെ നിറങ്ങി ഓടി. ആയിഷ നബി വരെ എഴുന്നേറ്റ് പോയെന്നാ. അപ്പൊ ചോദിച്ചു, എന്തേ നബിയെ? ഉമറിന് ഇതൊന്നും ഇഷ്ടമല്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പറഞ്ഞത്, വല്ലപ്പോഴും ആ പാവത്തിനെ ഒന്ന് വെളിയിലൊക്കെ കൊണ്ടുപോകണം കേട്ടോ, പെണ്ണ് കെട്ടിക്കൊണ്ട് അടുക്കള ഇട്ടാ പോരാ, വല്ലപ്പോഴെങ്കിലും പാവത്തിനെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്നല്ല, വികാലാന്റി കൊണ്ടുപോയി ഇത്രയുള്ളത് ഇട്ടുകൊണ്ട് കുളത്തിൽ ഇറക്കണമെന്നല്ല, ചങ്കമുഖം കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് തുണി വാങ്ങാൻ വസ്ത്രമില്ലാത്ത പാവങ്ങളെ കാണിച്ചു കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോകണം. ആ പാവത്തിനെ കൊണ്ടുപോകാൻ നമ്മളല്ലേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു, ഭാര്യമാരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ വലിയ സ്നേഹം, കാരുണ എല്ലാവരോടും. പടച്ചോനെ, ആയിഷാ ബീബി റളിയല്ലാഹു തആല പ്രവാചകന് ദേഷ്യം വരും, പക്ഷെ പ്രവാചകൻ എങ്ങനെ? ഒരിക്കൽ ചരിത്രം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് ആയിഷാ ബീബി വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോഴാ പ്രവാചകൻ ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പൊ മറ്റൊരു ഭാര്യക്കറിയാം പ്രവാചകൻ ഇറച്ചിക്കറി വലിയ ഇഷ്ടമാ. നബിയെ, ഇന്ന് വീട്ടിൽ ഇത്തിരി ഇറച്ചിക്കറി വെച്ചിട്ടുണ്ട് നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പ്രവാചകൻ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ഇറച്ചിക്കറിയുമായി കടന്നു വന്നു. ആയിഷ, അപ്പുറത്തുനിന്ന് കിട്ടിയതാ, നല്ല ഇറച്ചിക്കറിയാ എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നതും ആയിഷാ ബീബി ഒരൊറ്റ തട്ട് പാത്രം തറയിൽ വീണിട്ട് 4-5 കഷ്ണമായി. ഇറച്ചി പാത്രം ഉൾപ്പെടെ തറയിൽ വീണ് പാത്രം വരെ പൊട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, നമ്മളെങ്ങാനും ആണെങ്കിൽ ഒന്ന് ചിന്തിക്ക്, പെണ്ണും പിള്ളയെ കട്ടിലിനടിയിൽ നിന്ന് എടുത്താൽ മതി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാലോചിക്ക്, നമ്മുടെ സഹോദരി അടുത്ത് താമസിക്കുക. ഓള് പറയണ, കാക്ക ഇത്തിരി ഇന്ന് ഇപ്പൊ നല്ല ഇത്തിരി നാടൻ കോഴിയുടെ കറിയുണ്ടക്ക, ഇത്തിരി തന്നു. അതും കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ തട്ടിയൊന്നും താഴെ ഇടണ്ട, ആമിനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, നമ്മുടെ ഭാര്യ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തട്ടി താഴെ ഇട്ടു. താഴെ വീണ പാത്രം ഇങ്ങനെ പറക്ക. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പാത്രക്ക് ഇങ്ങനെ പറക്കിയെടുക്കുമ്പോ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ തകർന്നു പോയി. ഓടി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് എല്ലാ ദേഷ്യവും പോയി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒരു വല്ലാത്ത സൈക്കോളജിയാ. തന്റെ ഭാര്യയോട് പറയാ, നിനക്ക് ദേഷ്യം ഉള്ളത് എപ്പോഴാ, ദേഷ്യം ഇല്ലാത്തത് എപ്പോഴാന്ന് എനിക്കറിയാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വളരെ ദേഷ്യത്തോടു കൂടി കയ്യിലിരുന്ന ഇറച്ചിപ്പാത്രം തട്ടി തറയിലിട്ട് പൊട്ടിച്ച് കലി തുള്ളി നിൽക്കുന്ന ഭാര്യയോട് റസൂലുള്ളാഹി പറയണേ, നിനക്ക് എപ്പോഴാ എന്നോട് ദേഷ്യം ഉള്ളത് ഇല്ലാത്തെന്ന് എനിക്കറിയാം ആയിഷ. ആയിഷാ ബീബി റളിയല്ലാഹു തആല പെട്ടെന്ന് ചോദിച്ചു, അതെങ്ങനെ അറിയാൻ നബിയെ? ഉടനെ ചോദിച്ചു, അതെങ്ങനെ അറിയാൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് ദേഷ്യമുണ്ടാകുന്ന സമയത്തും ദേഷ്യമില്ലാത്ത സമയത്ത് നീ പറയുന്ന 2 വാക്കുകളുണ്ട്. അതുകൊണ്ട് ആ അടയാളം വരെ പ്രവാചകൻ അവിടുന്ന് തന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു. എന്നാൽ റസൂലുള്ളാഹി ഒരൊറ്റ ഭാര്യയെയും തല്ലികെട്ടില്ല, ഒരാളെ പോലും റസൂലുള്ളാഹി തങ്ങൾ തല്ലികെട്ടില്ല. ഒരു ഭാര്യയോടും പ്രവാചകൻ തല്ലുകയോ മോശമായി പറയുകയോ ചെയ്തിട്ടില്ല എന്ന് ആ 63 വർഷത്തെ ജീവിതം പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയമില്ല. ഒന്നാമത്തെ അടയാളം, ഏതൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കുമ്പോഴാണോ ഭർത്താവിന് സമാധാനം കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത്, അവൾ സാലിഹത്തായ ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.